بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തു ലുഖ്മാനിലെ 13 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് പുതിയ പാഠമായി നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 412. ഈ ആയത്തുകളിൽ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. വഇദ് ഖാല വഇദ് ദാല് റിഖ്വായ അക്ഷരമാണ്, അയവോടുകൂടി ഉച്ചരിക്കേണ്ട. വഇദ് എന്ന് അയവോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖാല ഖാഫ് ഷദീദായ ഖവിയായ അക്ഷരമാണ്. അത് ഇസ്തിഅലാ ചെയ്ത് തടിപ്പിച്ച് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം നിലനിൽക്കുകയാണ്. വഇദ് ഖാല ലുഖ്മാനു ലുഖ്മാനു ഖാഫിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. തഫ്ഖീം നൽകപ്പെടുകയും ചെയ്യും. ലുഖ്മാനു മാനു എന്ന് പറയുന്നത് മീമും അലിഫും തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കണം. കാരണം മീം ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി ഹംസത്തുൽ വസ്ൽ ചേർത്ത് വായനയിൽ കളയപ്പെടേണ്ടതാണ്. ലി ഇബ്നിഹി എന്നായിരുന്നു അതിൻ്റെ അസ്ല്. പക്ഷെ ചേർത്ത് ഓതുമ്പോൾ ലിബ്നിഹി എന്ന് മാത്രമേ ഉച്ചരിക്കുകയുള്ളൂ. ബാഇന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് അതിൻ്റെ സുക്കൂനിനെ ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. ലിബ്നിഹി വഹുവ യഇദുഹു ഇവിടെയൊക്കെ മദ്ദുസ്സില സുഗ്റ നൽകി ദ്വമീറിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ലിബ്നിഹി വഹുവ യഇദുഹു വഹുവ എന്ന് പറയരുത്. വഹുവ യഇദുഹു യഇദുഹു ഐനിൻ്റെ കസ്ർ വ്യക്തമാക്കണം. ചിലർക്ക് യഅദുഹു എന്നൊക്കെ ആയി പോകും. യഇദുഹു യാ ബുനയ്യ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ലാ തുശ്രിക് ഷീന് തഫ്ശി നൽകപ്പെടുന്ന അക്ഷരമാണ്. ലാ തുശ്രിക് ലാ തുശ്രിക് ബില്ലാഹ് 4 ഹറക്കത്തിൻ്റെ അളവിൽ മിതത്തോടുകൂടി മിതമായ ദീർഘം നൽകി മദ്ദ് ആരിദ് സുക്കൂൻ നൽകിക്കൊണ്ട് ഓതലാണ് അതിൻ്റെ ഭംഗി. കൂടുതൽ ഇഷ്ബാഹ് ചെയ്യാം. അതല്ലെങ്കിൽ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ഒതുക്കുകയും ആവാം. മദ്ദ് ആരിദ് സുക്കൂൻ ബില്ലാഹ്. ഇന്ന الشرك لظلم عظيم. ഇന്ന നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ശബ്ദമുള്ള നൂനിന് അശ്ശിർക റായിന് സുക്കൂനും തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമാണ്. തർക്കീഖ് ചെയ്ത് റായിനെ ഉച്ചരിക്കണം. ഇന്ന الشرك لظلم عظيم لظلم عظيم. വാഇ വ്യക്തമായി ഉച്ചരിക്കണം. വാഇന് കസ്റുള്ളത് കൊണ്ട് രണ്ടാമത്തെ വാണ് ഉദ്ദേശിച്ചത് കുറഞ്ഞ തഫ്ഖീം നൽകി ഉച്ചരിക്കുന്നു. ലظുൽമുൻ അളീം 2 വാവും തന്നെ തഫ്ഖീമിൻ്റെ അക്ഷരമാണ്. ഇസ്തിഅലാൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. വവസ്സൈനൽ ഇൻസാന സ്വാദ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫാണ്. മുസ്തഅലിയായ ഹർഫ്. അൽ ഇൻസാന സാക്കിനായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി വ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി
ബിവാലിദൈഹി ഹമലത്ഹു. അവിടെ രണ്ട് ഹാകളെയും എന്ത് ചെയ്യണം? രണ്ട് ഹാവിനും ഹാഉദ്ദമീറിന് കസ്ർ രണ്ട് ഹാവിന് മുമ്പിൽ തന്നെ സുക്കൂൻ വന്നതുകൊണ്ട് ദീർഘം നൽകാതെ ഉച്ചരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹമലത്ഹു അവിടെയും ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു. അപ്പോൾ ഇവിടെയൊക്കെ ഹാഉദ്ദമീർ ആവർത്തിച്ചു വരുന്നു. ഉമ്മുഹു രണ്ട് ഹറക്കത്തിൻ്റെ അളവിലുള്ള മദ്ദുസ്സില സുഗ്റ മാത്രമാണ് നൽകുക. വഹ്നൻ അവിടെ ഉമ്മുഹു എന്ന് പറയുമ്പം ഷദ്ദുള്ള മീമിനെ മണിക്കണം. മീം മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വഹ്നൻ അല വഹ്നൻ അവിടെ തൻവീനിനെ ഇൽഹാർ ഹഖീഖി ഇൽഹാർ ഹൽഖി നൽകി. തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി ഉച്ചരിക്കുക. വഹ്നൻ അല വഹ്നിൻ വഹ്നിൻ വഫിസാലു വഹ്നൻ അല വഹ്നിൻ വഫിസാലു വഹ്നിൻ വഫിസാലു വഹ്നൻ അല വഹ്നിൻ വഫിസാലു. വഹ്നൻ അല തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. അല വഹ്നിൻ വഫിസാലുഹു അവിടെ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിലേക്ക് ലയിപ്പിച്ച് ഭാഗികമായി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വഫിസാലുഹു ഫീ ആമൈനി. ഫിസാലുഹു എന്ന് പറയുമ്പോൾ ഹൗദമീറിന് രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകണം. മദ്ദുസ്സില സുഗ്റ. ഫിസാലുഹു സ്വാദിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. സ്വാദ് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ഫീ ആമൈനി അനിഷ്കുർ ലീ വലിവാലിദൈക്. അനിഷ്കുർ ലീ അൻ ഉഷ്കുർ എന്നായിരുന്നു. അനുഷ്കുർ എന്നോതുന്ന മറ്റ് റിവായത്തുകളുമുണ്ട്. ഇവിടെ അനിഷ്കുർ അൻ എന്ന സാക്കിന നൂനിൻ്റെ സുക്കൂൻ കസ്ർ നൽകി ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കുകയാണ്. രണ്ട് സുക്കൂനുകൾ ചേർന്ന് വന്നു. അൻ എന്ന നൂനിൻ്റെ സുക്കൂനും ഉഷ്കുർ എന്നതിലെ ഹംസത്തുൽ വസ്ൽ കളയുമ്പോൾ ഷീനിൻ്റെ സുക്കൂനും. അപ്പോൾ ഇങ്ങനെ രണ്ട് സുക്കൂനുകൾ ചേർന്ന് വന്നപ്പോൾ പരിഹരിച്ചിരിക്കുന്നത് സാക്കിന നൂനിനെ മക്സൂറാക്കി കസ്ർ നൽകിക്കൊണ്ട് അനിഷ്കുർ എന്നാണ്. അനിഷ്കുർ കൂർ എന്ന് പറയുമ്പോൾ റാ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. റായിന് മുമ്പിൽ ളമ്മാണ് ഉള്ളത്, സ്ഥിരപ്പെട്ട ളം. അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ. റായിന് മുമ്പിൽ ളമ്മ് വന്നതുകൊണ്ട് തഫ്ഖീം ചെയ്യുക എന്ന് പറഞ്ഞു. വലിവാലിദൈക ഇലയ്യൽ മസീർ. അൽ മസീർ എന്ന് പറയുമ്പോൾ റായിന് തർക്കീഖ് നൽകണം, നേർപ്പിച്ചുച്ചരിക്കണം. റായിൻ്റെ സുക്കൂനും തൊട്ട് മുമ്പിൽ യാഇന് സുക്കൂനും വരുന്നു എന്നതുകൊണ്ട് റായിന് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നു. അതിന് തൊട്ട് മുമ്പിൽ യാ സാക്കിനായിട്ടുണ്ട് എന്നതുകൊണ്ട് റായിനെ തർക്കീഖ് ചെയ്ത് നേർപ്പിച്ചുച്ചരിക്കുക. ഇലയ്യൽ മസീർ. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير